നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ കാണുന്ന പോസിറ്റീവായ കാര്യങ്ങൾ എന്താണ്? മനസ്സിലായി, നമ്മൾക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയിൽ എന്താ ഉള്ളത്, നിങ്ങൾ മീൻസ് ഈ വ്യക്തി എന്താണ് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാത്തതെന്ന്. അവരെന്തൊക്കെയോ കാര്യങ്ങൾ തേർഡ് പാർട്ടിയിൽ കാണുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് തുടങ്ങാം. എന്ത് പോസിറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ കാണുന്നത്? ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ആ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ആ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ. ഈ കാർഡ് ഒരു എന്താ പറയാ, കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താല് അതിന്റെ റിസൾട്ട് കിട്ടും എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. കറക്റ്റായ സമയത്ത് എന്താണ് പറയേണ്ടത്, എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ തേർഡ് പാർട്ടിക്ക് അറിയാം എന്നൊരു കാര്യമാണ് ഇവിടെ ഓറക്കൽ മെസ്സേജ് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ കാണുന്ന കാര്യം. ഇനി നമുക്ക് ടാറോയിലേക്ക് പോകാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓം നമഃ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സൺ ആണ്. സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് അഡ്വർടൈസ്മെന്റ്. പക്ഷെ ഈ വ്യക്തി എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ വ്യക്തിക്ക് അതൊന്നും കേൾക്കണ്ട, എനിക്ക് ഒന്നും അറിയണ്ട. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എനിക്ക് സന്തോഷമാണ് വേണ്ട, ബാക്കി പ്രശ്നങ്ങൾ നീ ഡീൽ ചെയ്തോ എന്ന് ചിന്തിക്കുന്ന, എന്നെ അതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ ഈ വ്യക്തി എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും മുമ്പിലിട്ട് ഇറങ്ങാൻ, എന്ന് വെച്ചാൽ ഞാനാണ് എല്ലാത്തിലും ഇമ്പോർട്ടന്റ്, ഞാനാണ് ഇവിടുത്തെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ, ഇതിന് ഉപരിയായിട്ട് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ കുറച്ചെങ്കിലും നിങ്ങൾ റെസ്പെക്ട് കുറയ്ക്കുകയോ ഈ വ്യക്തിക്ക് ഒരു വിലയില്ലാതെ ആക്കുകയോ, മനസ്സിലായോ? എല്ലാം ഈ വ്യക്തി അറിഞ്ഞു വേണം ചെയ്യാനായിട്ട്. ഈ വ്യക്തിയോട് പറയാതെ ഒന്നും ചെയ്യരുത്. കാരണം ഈ വ്യക്തി എങ്ങനെയെങ്കിലും അത് അറിയും. വളരെയധികം ഈ ചിലര് പറയാറില്ലേ നമ്മളോട്, ഞാൻ ഇവിടെ ഇരുന്നാൽ മതി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാം എന്ന് പറയുന്ന ടൈപ്പ് ഒരു എനർജിയാണിത്. അപ്പൊ ഈ വ്യക്തിയോട് നമ്മൾ എന്ത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി അത് എങ്ങനെയെങ്കിലും അറിയും. അപ്പൊ നിങ്ങൾ ഈ വ്യക്തി അറിയാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഈ വ്യക്തി അറിയാൻ ഇട വന്നാൽ പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര വൈരാഗ്യമായിട്ട് മാറും. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോ നിങ്ങളെ വേദനിപ്പിക്കാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയാണ്. എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കാം, എത്രത്തോളം നിങ്ങളെ കളിയാക്കാം, ചവിട്ടി താഴ്ത്താം, അതൊക്കെ ഈ വ്യക്തി ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത് കേട്ടോ. അപ്പോ നന്നായിട്ട് ഡ്രസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് വേണം എന്ന് വിചാരിക്കുന്ന ഒരാള്. നമ്മളെ സ്നേഹിക്കുന്ന ഈ വ്യക്തി സ്നേഹിക്കുന്ന ആളുടെ അറ്റൻഷൻ കുറച്ചു നേരത്തെങ്കിലും ഈ വ്യക്തിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാല്, ആഗ്രഹിക്കുന്ന വില കിട്ടാതിരുന്നാല്, ഇതിനപ്പുറം എന്താ പറയാ, ക്രൂരതയുള്ള ഒരു എനർജി വേറെ ഉണ്ടാവില്ല. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണിത്. ഇവര് തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകാനും മടിക്കില്ല, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഈ വ്യക്തി തേർഡ് പാർട്ടിയെ കുറിച്ച് എന്താണ് പറയുന്നത്? തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വ്യക്തിയുടെ? തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വ്യക്തിക്ക്?
തേർഡ് പാർട്ടിക്ക് ഒരു സ്ഥിരതയുണ്ടെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിക്ക് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നാണ് വ്യക്തി പറയുന്നത്. ആരുടെ കൂടെ, നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ അല്ലേ നമ്മൾ നിൽക്കേണ്ടത് എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങള് അച്ഛന്റെ അമ്മയുടെയും കൂടെ നടന്നു പോകുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കയ്യിൽ കയറി പിടിക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ വേഗം കൈ വലിക്കും, കാരണം മുതിർന്ന ആളുകളുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടില്ല, കാരണം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ എന്തിനാണ് ഇവിടെ നാണത്തിന്റെ കാര്യം? എന്താണ്, നമ്മള് റിലേഷൻഷിപ്പിൽ അല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. എന്നോടൊന്ന് സംസാരിച്ചാൽ എന്താ, എന്നെ ഒന്ന് നോക്കിയാൽ എന്താ, അതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്, അയ്യോ മുതിർന്നവരൊക്കെ ഉണ്ട്, അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ കൈയൊക്കെ പിടിച്ച് നടക്കുന്ന എങ്ങനെയാണ്, നാണക്കേടല്ലേ, അവരെന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. അത് നിങ്ങൾക്ക് പണിയാവും. അങ്ങനെയുള്ള എനർജിയാണ്. നിങ്ങൾക്ക് ഒരുവിധം കാര്യം പിടുത്തം കിട്ടിയല്ലോ അല്ലെ? എന്നുവെച്ചാൽ ഈ വ്യക്തി ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ വ്യക്തി എന്ത് ചെയ്താലും നിങ്ങൾ അത് അനുസരിച്ചോണം. മറ്റുള്ളവരെ ഒന്നും ഇത് ബാധകമല്ല, നിങ്ങളുടെ ഇടയിൽ വരാനേ പാടില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോ തേർഡ് പാർട്ടിയെ കുറിച്ച് ഈ വ്യക്തി പറയുന്നത്, തേർഡ് പാർട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളെ കുറിച്ച് അപ്പൊ തേർഡ് പാർട്ടിക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, ആരാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് വ്യക്തി പറയുന്നത്. തേർഡ് പാർട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ് വ്യക്തി തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ടീം ബിൽഡിങ്ങിലാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. പുറത്തുള്ള ആരും ഇവരുടെ തമ്മിലുള്ള ഇടയിൽ കയറാൻ തേർഡ് പാർട്ടി സമ്മതിക്കില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടി അഭിനയിക്കുന്നതായിരിക്കാം, പക്ഷെ അത് മാത്രമേ ഈ വ്യക്തി കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഈ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ കൊടുക്കുന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. മറ്റുള്ള അവരുടെ വീട്ടുകാർ പോലും തേർഡ് പാർട്ടിക്ക് ഒരു കൺസേൺ അല്ല. മനസ്സിലായോ? തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കാണ് തേർഡ് പാർട്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. മനസ്സിലായോ? അപ്പോ ആരും ബാധിക്കുന്നില്ല തേർഡ് പാർട്ടിയെ. ഈ വ്യക്തിയുടെ മുമ്പില് മറ്റാരും ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ആർക്കും ഇല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അത് ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഈ നിങ്ങളുടെ വ്യക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ആണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്. അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് തേർഡ് പാർട്ടി പെരുമാറുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഓക്കെ, എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം? തേർഡ് പാർട്ടിയുമായിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധമല്ല, ഇതൊരു ഇമോഷണൽ, ഇവിടെ ഒരു പുതിയതായിട്ടുള്ള ഒരു തുടക്കമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുമ്പേ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടാവാം. മനസ്സിലായി? നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കാം. ചിലപ്പോൾ ഈ ബന്ധം കൊണ്ടായിരിക്കാം നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, ലവ് മാരേജ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരുടെ വീട്ടുകാര് നിങ്ങളെ കൊണ്ട് ഈ വ്യക്തിയെ വിവാഹം കഴിപ്പിച്ചത്. മനസ്സിലായത്? എങ്ങനെയെങ്കിലും ഊരിപ്പോകട്ടെ. അപ്പൊ തേർഡ് പാർട്ടി കുറച്ച് മുതിർന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ്. അത് വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധമാണ്. മനസ്സിലായോ? പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ ഈ തേർഡ് പാർട്ടി ചിലപ്പോ ഇവര് തമ്മിൽ വളരെ ഇഷ്ടമായിരിക്കും, ചിലപ്പോ മൊത്തം അഭിനയമായിരിക്കും തേർഡ് പാർട്ടിയുടെ. എന്തായാലും വ്യക്തി പറയുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഉദ്ദേശം ഫിനാൻഷ്യൽ അല്ല. ഇത് ഇപ്പൊ തുടങ്ങിയ ബന്ധമല്ല, പണ്ടേ ഉള്ള ബന്ധമാണ്. അപ്പൊ ഈ ബന്ധം വളരെ ശക്തിയാർന്ന ഒരു ബന്ധമാണ്. അത് ആർക്കും എന്താ പറയാ, നിങ്ങളുടെ വ്യക്തിയെ ഇതിൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. കേട്ടോ? ഇതൊരു പുതിയ ബന്ധമല്ല, ഇത് പഴക്കമുള്ള ബന്ധമാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തൽക്കാലത്തേക്ക് ഉദ്ദേശമൊന്നുമില്ല, പണ്ടേ ഉള്ള കാര്യം തന്നെ. ഇത് അങ്ങനെ തുടർന്ന് പോരുന്നു. അല്ലാതെ ഇത് ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ഈ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. ഓക്കെ, ഈ വ്യക്തി തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്ത് ആക്ഷൻ ആണ് ഇനി എടുക്കുക? നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്ത് ആക്ഷൻ ആണ് ഇനി എടുക്കുക? ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളുടെ ചെലവ് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയായിരിക്കും. ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്, അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് നോക്കുന്നത്. പൈസ കുറച്ച് കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് ഇവർക്കും വേണ്ടിയിട്ട്.
അപ്പോ ഇത് പുതിയ കണക്ഷൻ അല്ല, കുറച്ച് പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്കപ്പിന്റെ സാധ്യത വളരെ കുറവാണ്. കാരണം ഇവര് കുറേ പ്രശ്നങ്ങളിൽ കൂടെ പോയതാണ്. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണ്. മനസ്സിലായോ? ചിലപ്പോ ഇവര് ഒരേ പ്രായത്തിലുള്ളതായിരിക്കാം, റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റാതിരുന്നു. അതിനകത്ത് ഒരു കുട്ടിയുണ്ട് ആവാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇതൊരു പുതിയതായിട്ട് ആക്ഷൻ ഒന്നും എടുക്കണ്ട. ഇത് വളരെ സെറ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് നിങ്ങളുടെ വ്യക്തി. പുതിയതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് ഫുൾ കാർഡ് റിവേഴ്സ് ആണ്. പുതിയ അപ്രൈറ്റ് വരികയാണെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആവുക. ഇതല്ല. ഇത് വളരെ പ്ലാനിങ്ങോട് കൂടി തുടർന്നതാണ്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു ബന്ധമാണ്. അപ്പൊ ഇതിനകത്ത് പുതിയതായിട്ട് ആക്ഷൻ ഒന്നും നിങ്ങളുടെ വ്യക്തി എടുക്കണ്ട. ഇത് ഇങ്ങനെ സുഗമമായിട്ട് തുടർന്നു പോരുന്ന ഒരു ബന്ധമാണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ഈ വ്യക്തി ഈ ബന്ധത്തിൽ ഹാപ്പി ആണോ? അതാണ് നമ്മളുടെ മെയിൻ ആയ ചോദ്യം. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ബന്ധത്തിൽ ഹാപ്പി ആണോ? ഇവിടെ നിങ്ങൾക്ക് വലിയതായിട്ടൊന്നും ചെയ്യാനില്ല എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. മനസ്സിലായി? ആദ്യത്തെ കാർഡ് പറയുന്ന യെസ് ആണ് പറയുന്നത്. നോ കാർഡ് റിവേഴ്സ് ആണ്. മറ്റേ രണ്ട് നോ കാർഡ് വന്നിട്ടുണ്ട്, പക്ഷെ അത് രണ്ടും റിവേഴ്സ് ആണ്. ഫസ്റ്റ് കാർഡ് യെസ് ആണ് പറയുന്നത്. ഈ വ്യക്തി വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാല് കുറെ അധികം പ്രശ്നങ്ങൾ ഇവര് എതിരിട്ടിട്ടാണ് എന്താണ് തരണം ചെയ്തിട്ടാണ് ഇവർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ബന്ധത്തിന് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങളുടെ വ്യക്തി റെഡിയാവും. നിങ്ങളെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ വ്യക്തി പറയുന്ന ഞാൻ ഇത് എല്ലാം കണ്ട് ഞങ്ങൾ കുറെ പ്രശ്നങ്ങളിൽ കൂടി പോയവരാണ്. അതുകൊണ്ട് പുതിയതായിട്ട് പ്രശ്നങ്ങൾ വന്നാൽ അത് ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ കുറെ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഹാപ്പിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹാപ്പിയാണ്. ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ആർക്കും ഈ ബന്ധം തകർക്കാൻ പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അത് നിങ്ങളായാലും ഈ വ്യക്തിയുടെ വീട്ടുകാർ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. ഇവര് വിട്ടു പോവില്ല. മനസ്സിലായി? നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതിന് ശേഷവും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ തടസ്സങ്ങളും ഇപ്പൊ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുന്നത് ഇവരെ ബാധിക്കുന്നേ ഇല്ല. ഇവരതെല്ലാം തരണം ചെയ്തിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നും കൂടെ നമുക്കങ്ങ് നോക്കിയേക്കാം. വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? വ്യക്തി രണ്ട് സിറ്റുവേഷനും വളരെ തന്മയത്വത്തോടെ നോക്കിയത്. ഒരാള് ജഗിൾ ചെയ്യുന്നുണ്ടോ? രണ്ട് റിലേഷൻഷിപ്പിനെയും തേർഡ് പാർട്ടി കണക്ഷനെയും നിങ്ങളുമായിട്ടുള്ള ബന്ധവും വളരെ സമർത്ഥമായിട്ട് എന്താ പറയാ ജഗിൾ ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത. നിങ്ങൾക്ക് വേറൊരു അഭിപ്രായമുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തി പറയുന്നത് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് രണ്ട് റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. 2 of Pentacles ആണ്. അപ്പൊ രണ്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിനെയും ഉപേക്ഷിക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇതിനകത്ത് ഇത് ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് വരുമ്പം ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങൾ ഇവിടെ കണ്ണടച്ചെന്ന് വെച്ചാല് ഇവിടെ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ള. ഇവിടെ ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിയോട് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ വ്യക്തി ഉപേക്ഷിക്കില്ല. അത് നിങ്ങൾക്കൊരു തലവേദന മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. അതല്ലെങ്കിൽ വളരെ സമർത്ഥമായിട്ട് അവിടെ കിടന്നോട്ടെ, എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് കാരണം വീട് നോക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പ്രശ്നവും ഇല്ല. തേർഡ് പാർട്ടി അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കണ്ണടയ്ക്കാനാണ്. അതല്ല, നിങ്ങൾക്ക് ചെലവിനൊന്നും തരില്ല, മാക്സിമം തേർഡ് പാർട്ടിയുടെ സൈഡിലേക്കാണ് പോകുന്നത്, വീട്ടിൽ വല്ലപ്പോഴും ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇത് ഉപേക്ഷിക്കുകയാണ് നല്ലത്. മനസ്സിലായോ? അല്ലെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ ചിലപ്പോ നമ്മളുടെ അറിവ് കൂടുന്നത് വളരെയധികം പ്രശ്നമാവും. വെളിച്ചം മിക്കവാറും ദുഃഖം തരും. സത്യം നമ്മൾ അറിയാൻ ഇടവന്നാൽ നമുക്ക് ഭയങ്കര ദുഃഖമായി പോകും. അപ്പൊ അത് അറിയാതിരിക്കുക, ഇതിന്റെ പുറകെ ചെകഞ്ഞു പോകരുത്
എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം അവിടെ ഭയങ്കര സങ്കടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? പോകുന്നത് പോലെ പൊക്കോട്ടെ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു വഴി മുമ്പിൽ കണ്ടിട്ട് മാത്രം ഇവിടെ ഒരു പ്രശ്നം തുടങ്ങാൻ പാടുള്ളൂ. പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം എവിടെയും എത്താൻ പോകുന്നില്ല. അവസാനം നിങ്ങളുടെ ജീവിതമാണ് നാശമാകാൻ പോകുന്നത്. നിങ്ങൾ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇതിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ്. കാരണം ഈ വ്യക്തി എന്ത് ചെയ്താലും തേർഡ് പാർട്ടി ഉപേക്ഷിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ചില സമയത്ത് യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന കാര്യം ഇതെന്താ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയാമോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നത്. നിങ്ങൾ ജോലിയുള്ള ആളാണ്, സ്വയം പര്യാപ്തതയുള്ള ആളാണ്, കോൺഫിഡൻസ് ഉണ്ട്, ഇതിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ജീവിക്കാം എന്ന്. അങ്ങനെയാണെങ്കിൽ അതുമല്ല ഈ വ്യക്തിയെ മറക്കാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇറങ്ങാം. ഇതല്ല ഒരു കോൺഫിഡൻസും ഇല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുകയാണ് ബെറ്റർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? വെർഗോ പൈസീസ്, അക്വാരിയസ് ഏരീസ്, ചിലർക്കെങ്കിലും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ ജഡ്ജ് ചെയ്യല്ല, അതാണ് യൂണിവേഴ്സ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.